മുസ്ലിം ലീഗിനെതിരെ വനിതാ ഓൺലൈൻ ക്വിസ് എന്ന പേരിൽ ചോദ്യാവലിയുമായി പൊന്നാനിയിലെ സമസ്ത കൂട്ടായ്മ. ലീഗിനെതിരെയുള്ള പരിഹാസ ചോദ്യങ്ങളാണ് ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി KS ഹംസയെ പിന്തുണച്ചും ചോദ്യങ്ങളുണ്ട്. സമസ്തയിലെ ലീഗ് വിരുദ്ധരെ പിന്തുണച്ചാണ് ചോദ്യങ്ങൾ. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി, ഈ ചോദ്യാവലിക്ക് ഒരു ഉദ്ദേശ്യമുണ്ടല്ലോ. ആ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി കൃത്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന് നേരത്തെ ഉമർ ഫൈസി മുക്കത്തിന്റെ വാക്കുകൾ കേട്ട ശേഷമാണ് ഈ ചോദ്യാവലിയിലേക്ക് നമ്മൾ വരുന്നത്. ഇത് തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് അഷ്കർ? സുജ, പൊന്നാനിയിലെ സമസ്ത കൂട്ടായ്മ എന്ന പേരിലാണ് ഇപ്പോൾ ഈ ചോദ്യാവലി പുറത്തു വന്നിരിക്കുന്നത്. വനിതകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പോസ്റ്റർ പ്രചരിക്കുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളടക്കം അത് വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആരാണ് ഈ ചോദ്യാവലി തയ്യാറാക്കിയത് എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയില്ല. സമസ്തയിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ വിരുദ്ധരായിട്ട് നിൽക്കുന്ന പക്ഷം ഇല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഇതിന് തയ്യാറാക്കിയതിന് പിന്നിലെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ചോദ്യാവലി വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ്. വലിയ രീതിയിൽ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണോ അതാണ് സത്യത്തിൽ ഇതിൽ ചോദ്യാവലിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രഭാതം പത്രം കത്തിച്ച പാർട്ടി ഏതാണ്, അതുപോലെ തന്നെ ഹൈദരലി ശിഹാബ് തങ്ങളെ ഇഡിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയാൻ അവസരമുണ്ടാക്കിയത് ആരാണ്, അതുപോലെ തന്നെ സമസ്ത നേതാക്കളെ സമസ്ത അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അവഹേളിച്ച മുസ്ലിം ലീഗിൻ്റെ നേതാവ് ആരാണ്. ഇത്തരത്തിൽ അവസാന ചോദ്യമായി ഇതിൽ നിൽക്കുന്നത് KS ഹംസയ്ക്ക് പിന്തുണയുള്ള ഒരു ചോദ്യം ആയിട്ട് കൂടിയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിനോടൊപ്പം നിന്ന KS ഹംസയുടെ വിജയത്തിന് നിങ്ങൾ ചെയ്യുന്നത് എന്ത്? അതിന് ഉത്തരമായി കൊടുത്തിരിക്കുന്നത് ഞാൻ വോട്ട് ചെയ്യും, ഞാനും കുടുംബം വോട്ട് ചെയ്യും, ഞാനും കുടുംബങ്ങളും സുഹൃത്തുക്കളും വോട്ട് ചെയ്യുമെന്നാണ്. ഈ രീതിയിൽ KS ഹംസയെ പിന്തുണച്ചും മുസ്ലിം ലീഗ് നേതാക്കളെ പരിഹസിച്ചുകൊണ്ടും അതുപോലെ തന്നെ സമസ്തയും ലീഗും തമ്മിൽ മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ആ വിഷയങ്ങളൊക്കെ തന്നെ ആ തർക്കങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ചോദ്യാവലി തയ്യാറാക്കിയത്. സ്വാഭാവികമായും ഇലക്ഷനോട് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ സമസ്തയും ലീഗും തമ്മിൽ തർക്കമുറുകുന്നു. സമസ്തയ്ക്കകത്ത് തന്നെ വിഭാഗീയ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചോദ്യാവലി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പൊന്നാനിയിൽ ഈ വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സമസ്തയുടെ വോട്ട് ബാങ്ക് അത് ആർക്ക് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ അവിടെ ചർച്ചയാവുന്നുണ്ട്. KS ഹംസയ്ക്ക് പിന്തുണയുമായി ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും സമസ്തയിലെ ഒരു വിഭാഗം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തുന്നു. ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്തയിലെ നേതാക്കളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. എന്തായാലും ഉമർ ഫൈസിയെ പോലെയുള്ള സമസ്തയുടെ മുഷാറംഗങ്ങളെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായ രംഗത്തെത്തിയത് മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ വലിയ അമർഷത്തിലുമാണുള്ളത്. പക്ഷേ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വിഭാഗത്തിൽ തുടരുന്നുണ്ടെങ്കിൽ പോലും അത് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ചിത്രം. സ്വാഭാവികമായും പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പിൽ ഇനി ഇത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സുജിയ. ഓക്കെ, സമസ്തയുടെ ഒരു കൂട്ടായ്മ ലീഗിനെതിരെ പരിഹാസം തുളുമ്പുന്ന ചോദ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യാവലി തന്നെ ഇറക്കിയിരിക്കുകയാണ് പൊന്നാനിയിൽ. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അഷ്കർ അലി കരിമ്പ പങ്കുവച്ചത്. സമസ്ത